പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് 9ാം ക്ലാസ്സുകാരി ആശിത് നന്ദൻ ജീവനൊടുക്കിയതിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. പോലീസ്, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, സ്കൂൾ അധികൃതർ എന്നിവരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ CBSE സ്കൂളുകളിൽ നിന്ന് സമാന പരാതി ലഭിക്കുന്നുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. CBSE സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്ന് കമ്മീഷൻ ഇത്തരം പരാതികൾ ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അവിടെ മാനസിക സംഘർഷം കൂട്ടുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കുട്ടികൾക്ക് അവിടെ അവരുടെ സന്തോഷങ്ങൾ പങ്കിടാനോ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു ആഹ്ലാദങ്ങൾ പോലും ലഭ്യമാവാത്ത തരത്തിൽ അവരെ ഇപ്പോഴിവിടെ ഞങ്ങളിപ്പോഴും മനസ്സിലാക്കിയത് കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഉള്ള വരെ കാര്യങ്ങളാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായിട്ട് ഇത്തരം സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണവും അടക്കം ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ കമ്മീഷൻ കൃത്യമായ ഇടപെടലുകൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. പാലക്കാട് നിന്ന് വിവരങ്ങളുമായി അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഒരു നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്കും കൂടി ഇക്കാര്യങ്ങൾ വഴിമാറുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്ന് എന്താണെങ്കിലും വീട്ടുകാരുമായും ഒപ്പം തന്നെ അധ്യാപകരും സഹപാഠികളും ഒക്കെയായും കമ്മീഷൻ ചർച്ച നടത്തി അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. എത്തരത്തിലായിരുന്നു കാര്യങ്ങൾ? കമ്മീഷന്റെ ഇടപെടലിനെ എങ്ങനെ നോക്കിക്കാണാം? സംഗീത അതുതന്നെയാണ്. അതായത് ബാലാവകാശ കമ്മീഷൻ ഇവിടെ എത്തുകയും വിശദമായ കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. ആദ്യം ഈ കുട്ടിയുടെ ആശിത് നന്ദയുടെ വീട്ടിലെത്തി മാതാപിതാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം സ്കൂളിലെത്തി അധികൃതരിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. പിന്നീട് കുട്ടികളുമായും രക്ഷകർത്താക്കളുമായും സന്ദർശനം നടത്തി അവരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിൻ്റെ ഈ പ്രശ്നത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടത് പശ്ചാത്തലത്തിലാണ് സ്വമേധയാ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ബാലാവകാശ കമ്മീഷൻ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കാര്യത്തിൽ പോലീസിനോടും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിനോടും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കൂൾ അധികൃതരോടും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഇത്തരത്തിൽ മാനസിക സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടായെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മറ്റു വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള സമാനമായ അനുഭവങ്ങളും അതുപോലെ സമാനമായ മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ കാര്യം ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി കാണാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഈ പ്രശ്നത്തിൻ്റെ വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, പോലീസുമായും കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി. പോലീസിനോട് ഈ കാര്യത്തിൽ വിശദമായ നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലൊരു തുടർ ഫോളോ അപ്പും ഉണ്ടാകുമെന്നും കൂടി കമ്മീഷൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും സംഭവത്തിൽ കൂടുതൽ നടപടികൾ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാവിലെ തന്നെ കമ്മീഷൻ ചെയർമാൻ മാധ്യമങ്ങളോട് ഉൾപ്പെടെ വ്യക്തമാക്കിയത് സംസ്ഥാനത്താകമാനം ഇത്തരത്തിലുള്ള പരാതികൾ CBSE സ്കൂളുകൾ ഉൾപ്പെടെയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആ പരാതികൾ സമാനമായി ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വലിയ തരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്നതുമായി തീർച്ചയായും അജിത്ത്, അത് തന്നെയാണ് ഈ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. ഒരു സ്കൂളിന്റെ മാത്രം ഒരു സംഭവത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, മറ്റു സ്കൂളുകളിലും ഈ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ തന്നെ കാര്യങ്ങൾ ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കണം കമ്മീഷന്റെ ഇടപെടൽ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും പാലക്കാട് നിന്ന് അജിത് ബാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.